ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിൽ നോക്കുന്നത് നമ്മളൊരു നമ്പറിൻ്റെ റിവേഴ്സ് എങ്ങനെ കാണാമെന്നാണ് നമ്മൾ ഈ സി പ്രോഗ്രാമിലൂടെ നോക്കുന്നത്. അപ്പോൾ റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിൻറ്റ് ദി റിവേഴ്സ് ഓഫ് എ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഏത് നമ്പറാണോ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ റിവേഴ്സ് കാണാൻ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മളൊരു ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ റീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യും. ആ നമ്പറിൻ്റെ റിവേഴ്സ് കാണാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എൻ മോഡ് 10 കൊടുക്കുക. അപ്പോൾ എൻ മോഡ് 10 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 125 ആണെങ്കിൽ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 12.5 എന്നുണ്ട്. അപ്പോൾ 125 10 എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഫസ്റ്റ് നമുക്ക് എയിലേക്ക് 5 കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ വേറൊരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഏത് വേരിയബിളാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ റിവേഴ്സ് ആണെങ്കിൽ REV ഇൻറ്റു 10 പ്ലസ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ REVൻ്റെ വാല്യൂ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ 0 ആയിട്ട് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 5 നമ്മൾ കിട്ടിയാൽ പിന്നെ നമുക്ക് 12 എന്ന് പറഞ്ഞ് എന്നിൽ 12 ആവേണ്ടത്. അപ്പോൾ n=n/10 കൊടുക്കുക. അപ്പോൾ ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും തവണ എന്ത് ചെയ്യുക, ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിൻ്റെ ഫസ്റ്റ് നമ്മൾ 125 മോഡ് 10 പറഞ്ഞാൽ നമുക്ക് 5 കിട്ടും. പിന്നെ എന്നിലേക്ക് നമുക്ക് 12 മതി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ n/10 കൊടുക്കുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എപ്പോഴും ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഏത് ലൂപ്പ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. n>=0 കൊടുക്കുക. അപ്പോൾ ഈ അടുത്ത സമയം എന്ത് ചെയ്തു, n12 എന്ത് ചെയ്തു, 10 കൊണ്ട് മോഡുലർ ഡിവിഷൻ ചെയ്താൽ എയിലേക്ക് നമുക്ക് 2 കിട്ടും. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 5, REVയിൽ ഇപ്പോൾ 5 ഉണ്ടാവും. 5 × 10, അപ്പോൾ നമുക്ക് 50 കിട്ടി. അതിനോട് എന്ത് ചെയ്തു, ഈ 2 ആഡ് ചെയ്തു. അപ്പോൾ അതിലെന്ത് ചെയ്തു, 5 2 മാറിയിട്ടുണ്ട് വാല്യൂ. ഇവിടെ എന്ത് ചെയ്തു, n/10 എന്ന് പറഞ്ഞാൽ 12/10 എന്ന് പറഞ്ഞാൽ 1.2. അപ്പോൾ 1 എന്ത് ചെയ്തു, എന്നിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ ഇനി ഈ ലൂപ്പ് n>0 ആണ്. അപ്പോൾ അതിൽ 1 മോഡ് 10 എന്ന് പറഞ്ഞാൽ എയിൽ എന്ത് ചെയ്തു, എയിലിൻ്റെ വാല്യൂ നമുക്ക് 1 ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇൻറ്റു 10. അപ്പോൾ ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 5 to 0 വരും. അപ്പോൾ അതിനോട് എന്ത് ചെയ്തു, ആ 1 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 വരും, ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെ റിവേഴ്സ് ആയത്. അപ്പോൾ ഇത് n/10 എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് 0 വന്നു, n>0 അല്ല. അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അവിടേക്ക് എന്ത് ചെയ്തു, റിട്ടേൺ കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്ക്, റിവേഴ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോഡുലർ ഡിവിഷൻ കാണുമ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റ് കിട്ടും, ഇതിൻ്റെ റിമൈൻഡർ ആയിട്ട് 10 കൊണ്ട് മോഡുലർ ഡിവിഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, ഡിജിറ്റുകൾ കിട്ടും. അപ്പോൾ 5 വന്നു. പിന്നത്തെ സമയം എന്നിൽ 12 ആയി. ആ 12 എന്ത് ചെയ്തു, പിന്നെ 2 കിട്ടി. പിന്നെ എന്ത് ചെയ്തു, 1 കിട്ടി. അപ്പോൾ അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഡിജിറ്റിൻ്റെ ഇത് മാറും. അപ്പോൾ ഫസ്റ്റ് 5 വന്നു, 5 × 0 വന്നു, 50 വന്നു. അവിടെ എന്ത് ചെയ്തു, നമ്മൾ ഈ സെക്കൻഡ് ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്തു. തേർഡും അതേമാതിരി തന്നെ ആഡ് ചെയ്ത് പോയി. അങ്ങനെയാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ഡിജിറ്റുള്ള നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്തു, 4 വട്ടം ഈ ലൂപ്പ് വർക്ക് ചെയ്യും. 2 ഡിജിറ്റ് ആണെങ്കിൽ 2 വട്ടം ഈ ലൂപ്പ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ എഴുതണം ആദ്യം. അല്ലെങ്കിൽ നമുക്ക് മെയിൻ എഴുതിയതിന് ശേഷം അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് മെയിൻ വെച്ചിട്ട് ചെയ്യാം.
ഫസ്റ്റ് വേണ്ടത് നമുക്ക് റീഡ് ചെയ്യുക, വാല്യൂ റീഡ് ചെയ്യുക. അപ്പോൾ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റ് n എന്ന് പറഞ്ഞ് കൊടുത്തു. ഇത് എന്ത് ചെയ്തു, പ്രിൻ്റ് എഫ് വെച്ചിട്ട് നമ്മൾ റീഡ്. അപ്പോൾ നമ്മളിത് റീഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമുക്ക് റിവേഴ്സ് കാണാനുള്ള ഫങ്ഷനിലേക്ക് നമ്മൾ കോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ നമ്മൾ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തു. റിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ നെയിമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫങ്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. റിവേഴ്സ് നമ്പർ അതിൻ്റെ നമ്മൾ ഇൻപുട്ട് വരുന്നത് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മളിവിടെ ഇൻറ്റ് n കൊടുത്തു. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് റിട്ടേൺ ടൈപ്പ്, പിന്നെ ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂസ്. അപ്പോൾ ഇൻറ്റ് റിവേഴ്സിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ REV എന്ന് കൊടുത്തു, REV = 0 കൊടുത്തു. ഇത് നമുക്കൊന്ന് വാല്യൂ കൊടുക്കാം. നമുക്ക് ആ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RSR എന്ന് പറഞ്ഞ ഇത് കൊടുത്തു. അല്ലെങ്കിൽ നമ്മളവിടെ A ആണ് യൂസ് ചെയ്ത് A ആണെങ്കിൽ A കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിൽ REV എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുത്തു. അതിലേക്കാണ് നമ്മൾ റിവേഴ്സ് ചെയ്ത നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ A എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിളും കൂടി കൊടുത്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് എൻ്റെ റിമൈൻഡർ എൻ്റെ ഫസ്റ്റ് മോഡുലർ ഡിവിഷൻ ബൈ 10 കൊടുക്കുന്ന സമയത്തുള്ള റിമൈൻഡർ കിട്ടും. അത് എന്ത് ചെയ്തു, പിന്നെ എൻ്റെ വാല്യൂ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. REV എന്ന് പറഞ്ഞിട്ട് ×10 + A എന്ന് കൊടുക്കും. പിന്നെ അത് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ടൈം ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അതിന് ശേഷം എന്ത് ചെയ്യും, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ REV എന്ന് പറഞ്ഞ വേരിയബിൾ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളത് നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിലേക്ക് നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്തു. നമ്പർ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂ എൻ്റെ വാല്യൂ പാസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഈ വേരിയബിളിലുള്ള വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യുക. പ്രോഗ്രാം നമുക്കൊന്ന് കമ്പൈൽ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
വേറെ ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഒരു 125 ആണെങ്കിൽ ഉണ്ടോ 521 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്, റിവേഴ്സ് ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നമ്പർ റിവേഴ്സ് ചെയ്യാനുള്ള പ്രോഗ്രാം. നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കാം. 25 ഉണ്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ മോഡുലർ ഡിവിഷനും ഡിവൈഡ് ചെയ്തിട്ടും പിന്നെ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിവേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ വാല്യൂസ് ഇങ്ങനെയാണ് നമ്മളൊരു ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഇൻറ്റിജർ നമ്പർ റിവേഴ്സ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.